Hi everybody, this is Shweta. My name is Inder and welcome to our Channel. It's time for next scene from movie Guruvar Ambal Dallian. Let's watch it. Let's watch it. കല്യാണത്തിന്റെ മെയിൻ്റെനൻസ് പണികളുടെ നിന്റെ വീടിന്റെ പെയിന്റിങ്ങും ചില വർക്കുകളൊക്കെ തീർത്തിട്ടുണ്ട്. നന്നായി. താങ്ക്സ്. അച്ഛനും അമ്മയൊക്കെ മനസ്സിലായി ആർക്കും പറ്റത്തെ കാര്യം ചെയ്ത വിനോദനാണ്. ഞാൻ ഒരു സർപ്രൈസ് കൂടെ തരാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നെ കാണാനാണോ? ഞാനും തേട്ടനെ കാണാൻ വരുന്നുണ്ട്. Why do I feel she will open the door? I think so. No. ये तो मेरे को शादी कर लेनी चाहिए। खुशी देगा खुशी वाली इमोशन। നിന്നെ നേരിട്ടാണ് ഭയങ്കര ഗ്ലാമറുള്ള. ഡയലോഗാ സത്യായിട്ടും എന്റെ ആനന്ദേട്ടൻ എന്തൊരു സുന്ദരനാ. ഈ ഡയലോഗ് നീ ഏട്ടത്തിയമ്മയുടെ മുമ്പിൽ വെച്ചെന്ന് കാച്ചു. പറയാൻ എന്റെ അടുത്ത് വേറൊന്നുണ്ട്. എന്റെ ഒരു സാധനം കൂടെ ഉണ്ട്. വേണ്ട, സാരി നീ നിന്റെ ഏട്ടത്തിയമ്മയ്ക്ക് നേരിട്ട് കൊടുത്താൽ മതി. ചെറിയൊരു ഐഫോൺ എന്റെ വക ആനന്ദേട്ടൻ ഒരു ഗിഫ്റ്റ്. ജീവിതത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം എനിക്കൊരു ഗിഫ്റ്റ് കിട്ടും. ആദ്യത്തെ ഏതായിരുന്നു? നീ അല്ല ഏട്ടത്തിനോട് നീ കണ്ടില്ലേ തറവാട്ടിലുണ്ടായിരുന്നല്ലോ. ഞാൻ അങ്ങോട്ട് പോയില്ല. രമണിക്ക് എന്തോ കൊടുക്കാനുള്ളത് പറഞ്ഞു. She's not there. എന്താ ഇത്? എന്റെ പ്രോട്ടീൻ പൗഡർ എടുക്കാൻ എന്റെ അടുത്ത് ആരാ പറഞ്ഞത്? രാജി, ചോദിച്ചില്ലേ എന്റെ പ്രോട്ടീൻ പൗഡർ എടുക്കാൻ നീ ആണോ എടുത്തു കൊടുത്തത്? ഇല്ല, ഞാൻ കൊടുത്തില്ല. പിന്നെ ആരാണ് എടുത്തു കൊടുത്തത്? എടാ ഞാൻ സ്മൈൽ. അളയാ, ഞാൻ നിന്നോടൊരു വാക്ക് പറയട്ടെ. പ്രേമം അതൊരു സിനിമ Okay. അല്ലേ? Movie name. ഇപ്പോഴാണ് നീ പഴയതൊക്കെ മറന്ന ജീവിതമായിരിക്കും. മര്യാദയ്ക്ക് സത്യം പറഞ്ഞ ആരാ എടുത്തത്? ഞാനോ? ഓരോന്നായിട്ട് എനിക്ക് പണി തരാമെന്ന് ഇതാണോ പറഞ്ഞത്? അച്ഛൻ ഞാൻ എന്തിനാ ചെറുക്ക് പണി കൊടുക്കുന്നേ? പാർവതി എന്തിനു കള്ളം പറയണം? നീയാണ് ഇതിനൊക്കെ വെള്ളം വെച്ച് കൊടുക്കുന്നത്. തിരിച്ചിടും. കൊള്ളാം. നിനക്ക് കളിക്കാനുള്ളതല്ല ഈ പൊടി, എനിക്ക് ബസ്സിൽ വെക്കാനുള്ളതാ. മനസ്സിലായോ? എന്തൊക്കെയാ രമണി? अरे उसने फोटो भी नहीं देखा यार. Old monk. പക്ഷെ അവളുണ്ടല്ലോ നിന്നെ തേച്ചിട്ട് പോയ മറ്റവള്, എനിക്ക് ഉറപ്പാ അവള് നിന്നെ വിട്ടിട്ട് പോയി കെട്ടി. അവളിപ്പോ അവനെയും കെട്ടി വേറെ 3-4 കാമുകന്മാരുമായിട്ട് ഒരു അലന്ന ജീവിതമായിരിക്കും ജീവിച്ചു. എന്നിട്ടൊട്ടും വൈകാതെ ഒരു സുദിനത്തിൽ ആ മണ്ടന്റെ സ്വത്ത് മുഴുവൻ അവൾ അടിച്ചെടുത്തോണ്ട് അതിലേതെങ്കിലും ഒരു കാമുകന്റെ കൂടെ ഒളിച്ചോടും. അത്രയ്ക്കൊക്കെ വേണം. വേണം. നിന്നെ വേദനിപ്പിച്ചിട്ട് പോയ Wait. എന്നിട്ട് അവളെ കെട്ടിയ മണ്ടൻ
ഭാര്യ ഉപേക്ഷിച്ചു പോയ സങ്കടത്തിൽ ഉടുതുണി ഇല്ലാതെ നിന്റെ മുമ്പിൽ കൂടെ തന്നെ ഇങ്ങനെ കറങ്ങുമടാ. She's here. Oh! ഇതാണ് നീ കാത്തിരുന്ന നിന്റെ ചേട്ടത്തിയമ്മ പാർവതി. അല്ല, നിന്റെ മറ്റേ പിശാചിന്റെ പേര് പാർവതി എന്നല്ലേ? ലൈഫ് തന്നെ ഒരു കോമഡി. അത് നന്നല്ലേ? കൊണ്ടുവന്ന ഗിഫ്റ്റ് കൊടുക്ക്. ഗിഫ്റ്റ് കൊടുക്കണ നിനക്കൊള്ള. I think that she's gonna slap him. ആനന്ദേട്ട ഞാനെന്നാ അങ്ങോട്ട്. നീ എവിടെ മൂത്രമൊഴിക്കാനാണോ? ചോയലോടെ അകത്ത്. അല്ല, എനിക്ക് പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാനത് എവിടെ പോന്നു? പ്ലംബിംഗുകാരൻ വരാമെന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഇപ്പോഴാ? പോട്ടെ. അല്ല, പ്ലംബിംഗ് പണിക്ക് വിനു നോടെ ഞാനൊരുമാതിരി ഓവറാക്കി ചാവാക്കി. അവനിപ്പോഴാ ഷോക്കിന്ന് റിക്കവർ ചെയ്തില്ല. പക്ഷെ മറ്റവളുണ്ടല്ലോ, അവൾ എവിടെ പോയാലും രക്ഷപ്പെടില്ല. വീടിന്റെ ടെറസ് ഇടിഞ്ഞു വീണ് ചാകാൻ കിടക്കുമ്പോ അവള് പാമ്പ് കൊത്തി മരിക്കും. Oh shit. ഫോൺ എടുക്കാൻ മറന്നു. വീണു അല്ലേ പോന്നിട്ട് പോയത്? അവളുടെ ഏട്ടത്തെയും ആരാണെന്ന് അറിയാവോ? പാർവതി. ഇതൊക്കെയാണോ നീ ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ചെക്ക്? കൂടെ പഠിച്ച പാർവതി കണ്ടിട്ട് നല്ല പരിചയമില്ലേ? എന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പറ്റിയത്? നിന്നെയൊക്കെ വിശ്വസിച്ച് കല്യാണം കഴിക്കുന്നത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു ബ്ലഡി യൂസ്ലെസ് അനിയനും ഒരു യൂസ്ലെസ് ഫ്രണ്ടും. അവള് വീട്ടിൽ പെണ്ണ് കാണാൻ പോയിട്ട് നീയൊക്കെ വന്നിട്ട് എന്താണ് പറഞ്ഞത്? നല്ല ഫാമിലി, ഫസ്റ്റ് ക്ലാസ് ഫാമിലി എന്നൊക്കെ അല്ലേ? ആ പൂതന മരുമോളായിട്ട് വന്ന ഫാമിലി ആണോ? തങ്കപ്പെട്ട ഫാമിലി. എടാ, ഞങ്ങള് പെണ്ണ് കാണാൻ പോയപ്പോഴും കല്യാണം ഉറപ്പിച്ചിട്ടും ഈ പൂതനോടോ ഉണ്ടായിരുന്നത്? നീയല്ലേ ആളെ തിരിച്ച് വീട്ടിലോട്ട് വിളിച്ചോട്ട് വന്നത്? ജീവിതം ഉണ്ടായി കൊടുക്കാൻ എന്തൊരു ഉത്സവം വരുന്നത്. What's gonna happen now? നീ വിഷമിക്കണ്ടടാ. എടാ, അവള് വന്നാ നീ കാരണമാണെങ്കിൽ നിനക്ക് തിരിച്ചാളെ അവളെ വീട്ടിൽ പറഞ്ഞു വിടാനും പറ്റും. ആനന്ദർക്ക് നല്ല സന്തോഷത്തില്ല. അവര് ജയിക്കട്ടെ. ഞാൻ ഈ കല്യാണം ഒഴിവാകാൻ പോവാ. വിനോട്ടാ, ഇല്ലടാ, എനിക്ക് നീ കല്യാണം കഴിക്കാൻ പറ്റില്ല. ആകെ 10 ദിവസമുള്ളൂ ഈ കല്യാണത്തിന്. ഞാൻ ആനന്ദേട്ടനെ വിളിക്കാൻ പോവാ. ഈ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ അവളാണ് പഴയ കാമുകി. ഒരിക്കലും ആനന്ദേട്ടൻ അറിയുന്നു. ആ പാവം എന്നാലും എൻ്റെ ആനന്ദേട്ട, നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഇവിടെ കിട്ടിയോ? എനിക്ക് ആലോചിച്ചിട്ട് കയ്യും കാലും വരയ്ക്കുന്നുണ്ടല്ലോ. തിരിച്ചു കൊണ്ടുവന്നാൽ അവന്റെ ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവൻ അത്രയ്ക്കൊക്കെ സ്മാർട്ടാണോ? പണ്ടല്ലായിരുന്നു. എന്നിട്ടിപ്പോ നീ എന്താ ചെയ്യണേ? ഞാനോ? ഞാനിത് അവൻ കൊണ്ടുവന്ന സാരി കൊടുത്തോണ്ട് നിൽക്കുന്നു. എന്തിന്? ആനന്ദേട്ടനെ ഇതൊത്ത് കാണണമെന്ന്. നിന്റെ ഒരവസ്ഥ. ഹലോ, പറ, നീ കേൾക്കുന്നില്ലേ? ഹലോ. പെർഫെക്റ്റ് മാച്ച്. വിനുവിനെ സമ്മതിക്കണം. നീ നിനക്ക് വേണ്ടി തന്നെ ഒരു സാരി ചൂസ് ചെയ്തപ്പോൾ ഈ കളറിന്റെ പേരെന്തായിരുന്നു?
റൂബി പിങ്ക്. റൂബി പിങ്ക്. എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ഫസ്റ്റ് നൈറ്റിൽ നീ ഇതേ കളർ സാരി കൊടുത്തിരുന്നു. Oh. Wrong time, dude. Wrong time. നമ്മള് അപ്പൂസ്. അവൻ ഉറങ്ങില്ലേ? നമ്മുടെ അപ്പൂസ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഉറങ്ങിയാ മതിയോ? എന്താ ഞാൻ പാർവതിയാ വിളിച്ചത്. അതാ ചോദിച്ചത് എന്താന്ന്. ഞാൻ തേപ്പേട്ടി എടുക്കാൻ വന്നതാ. അവിടെങ്ങാനും കാണും. ഒച്ച ഉണ്ടാക്കാതെ എടുത്തിട്ട് പോയിക്കോ. ഇവിടെ മോൻ ഉറങ്ങുവാ. Okay. David. Now she's gone. കൊണ്ട് പൊട്ടിയില്ല. തേക്കൂട്ടി. ശരിയാണല്ലോ, മാറിപ്പോയത്. Okay. ഹലോ, നീ തന്ന ഫോണിൽ ആദ്യത്തെ കോൾ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴേക്ക് ഇങ്ങോട്ട് വിളിച്ചു കാണാൻ. ആനന്ദേട്ടാ Hmm. ഇങ്ങോട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഫോണിൽ വിളിച്ചത്. Hmm. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ പറയാൻ പോകുന്ന എന്താണ്? Okay. നിനക്ക് ഈ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നല്ലേ? ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതല്ല ആനന്ദേട്ടാ. എടാ, കല്യാണം നടക്കാറാവുമ്പോ നല്ല പേടിയും ടെൻഷനും ഒക്കെ വരുന്നത് സാധാരണയാണ്. अरे नहीं नहीं नहीं. അത് നിന്റെ ഉള്ളിൽ എത്രത്തോളം കുലുക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാവുന്നതല്ലേ. ആനന്ദേട്ടാ ഞാൻ പറയുന്നു കേക്ക്. കല്യാണത്തിന് ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോ ഈ വർത്തമാനം പറഞ്ഞ വേറെ വല്ല ചെക്കനായിരുന്നെങ്കിലേ അടിച്ചവന്റെ മണ്ട ഞാൻ കുടിച്ചേനെ. ആനന്ദേട്ടാ വിളിക്കാൻ ആരട്ടന്മാരെ വിളിക്കാൻ സൗകര്യമില്ല. നമ്മുടെ കുടുംബം നശിച്ചു കാണുമെന്ന് ആഗ്രഹമുള്ളവര് എന്റെ മോളുടെ കല്യാണത്തിന് വരണ്ട. ഇനിയും ഇങ്ങനെ വാശി വേണോ? അങ്ങനെ തന്നെ കൂട്ടിക്കും. അത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ മോന്റെ അടുത്ത് പോയി ക്ഷണിക്കാൻ പറയും. അവന് പ്രിയപ്പെട്ട മാമന്മാരാണ് വരുന്നത്. ഇനി ആ കിഴങ്ങന്മാർ എഴുന്നള്ളത്തിന്റെ കുഴപ്പമുള്ളൂ. Man, मेरे को ऐसा लगा थोड़ा एंड के टाइम पे डिस्कस होगा, लेकिन oh man. But अभी कैसा होगा ना कि she will be more like stressed And or he will be more heartbroken now. yeah, like you guys all But he's feeling bad for America. yeah. Even he told na don't tell to him that about she's my ex and everything. He will. But I have a feeling this is gonna get crazy and this crazier. will be this, that part when she wore the sari and she was I have more sari which he has bought. Oh my god, cool. See, let's Guys, wait for more. I'm more excited for next scenes. Yeah, so meanwhile do like, subscribe, Share, comment, click on the bell icon.